Hello dear students. Content analysis in the third video ആണ് ഇത്. In this video, we are trying to learn how to write the report of content analysis. എന്ത് പാറ്റേണിലാണ് കണ്ടൻറ് അനാലിസിസിൻ്റെ റിപ്പോർട്ട് എഴുതേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി കണ്ടൻറ് അനാലിസിസ് റിപ്പോർട്ട് ഈസ് ഇൻട്രൊഡക്ഷൻ. ഏത് റിസർച്ചിലും ഉള്ളതുപോലെ കണ്ടൻറ് അനാലിസിസിനും നമുക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ആ ഇൻട്രൊഡക്ഷനിൽ വി ക്യാൻ ഡിവൈഡ് ദിസ് ഇൻട്രൊഡക്ഷൻ ഇൻ ടു 2 parts. Part 1 is the introduction about content analysis. കണ്ടൻറ് അനാലിസിസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം പാർട്ട് 1 ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വാട്ട് ഈസ് കണ്ടൻറ് അനാലിസിസ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് വേണമെങ്കിൽ എഴുതാം, and what are the steps followed in content analysis, then different types of content analysis. ഇങ്ങനെ കണ്ടൻറ് അനാലിസിസിനെ പറ്റിയിട്ടുള്ള തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഇൻട്രൊഡക്ഷൻ ഇസ് ക്ലിയർലി റിലേറ്റഡ് ടു ദ ടോപ്പിക് വിച്ച് യു സെലക്ട്. അപ്പം ഏത് ടോപ്പിക്കാണോ സെലക്ട് ചെയ്തേക്കുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ അതിൻ്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് എഴുതാം. ദെൻ ഇഫ് അവൈലബിൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ദോസ് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ ഓൾസോ. അപ്പം ഇത്രയും കാര്യങ്ങൾ സെക്കൻഡ് പാർട്ട്, അതായത് ടോപ്പിക് സെലക്ട് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ റിലേറ്റഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത് എയിം ഓഫ് ദ സ്റ്റഡിയാണ്. എന്താണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റഡിയിൽ എയിം ചെയ്തേക്കുന്നത്. അപ്പം അത് നമ്മൾ ടു അനലൈസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ എയിം എഴുതുക. അപ്പോൾ ആ ഒരു പാറ്റേണിൽ നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ നിങ്ങളുടെ സ്റ്റഡിയുടെ എയിം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടും എഴുതണം. ദെൻ ഓബ്ജക്റ്റീവ്. ഇപ്പം ഇങ്ങനെയൊരു കണ്ടൻറ് അനാലിസിസ് നടത്തുന്നതിന് പിന്നിൽ നമുക്ക് പല ഓബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഒന്ന് നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റീവ് ഉണ്ടാവും. ദെൻ അനദർ ഓബ്ജക്റ്റീവ് ആസ് UG സ്റ്റുഡൻസ്, നിങ്ങൾ കണ്ടൻറ് അനാലിസിസ് നടത്തുമ്പോൾ ആ ഒരു കണ്ടൻറ് അനാലിസിസ് എന്നുള്ള മെത്തേഡ് പഠിക്കുക എന്നുള്ളതും നമ്മുടെ ഓബ്ജക്റ്റീവിൻ്റെ ഭാഗമായതുകൊണ്ട് യു ക്യാൻ ആഡ് ദാറ്റ് ഓബ്ജക്റ്റീവ് ഓൾസോ. നെക്സ്റ്റ് ലെവൽ യു നീഡ് ടു റൈറ്റ് ദ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി. ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സെലക്ട് ചെയ്ത ഏരിയയിൽ ഒരു സ്റ്റഡി നടത്തുന്നതിന് എന്താണ് അതിൻ്റെ നീഡും അതിൻ്റെ സിഗ്നിഫിക്കൻസും എന്നുള്ളത് ക്ലിയറായിട്ടും മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് ലെവൽ ഇസ് മെത്തേഡ്. മെത്തേഡ് എന്ന ഭാഗത്ത് നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് സാമ്പിൾ, ദ അതർ വൺ ഈസ് മെറ്റീരിയൽ. അപ്പം നമ്മൾ ഒരു പോപ്പുലേഷൻ എന്താണെന്നും പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ ഡ്രോ ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ബേസിൽ നമ്മൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ കൃത്യമായിട്ട് ഡ്രോ ചെയ്തിട്ടുണ്ട്. ആ ഡ്രോ ചെയ്ത സാമ്പിൾ ഏതാണ്, ആ സാമ്പിൾ ഇപ്പം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളം മൂവിയിൽ ഒരു പെർട്ടിക്കുലർ മൂവിയാണ് സെലക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ആ മൂവിയാണ് നമ്മുടെ സാമ്പിൾ. അപ്പോൾ ആ സാമ്പിളിൻ്റെ അകത്ത് കൃത്യമായിട്ടും അത് ആര്, ഇപ്പോൾ മൂവി ആണെങ്കിൽ അത് ആര് ഡയറക്റ്റ് ചെയ്തതാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും അവിടെ സാമ്പിളിൻ്റെ ഭാഗത്ത് നമ്മൾ എഴുതണം. നെക്സ്റ്റ് ലെവൽ ഇസ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയലിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ മൂവിയുടെ സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും, അതിൻ്റെ CD അവൈലബിൾ ആയിരിക്കും, ചിലപ്പോൾ അതുണ്ടാവും, ആൻഡ് യു നീഡ് സം റൈറ്റിംഗ് മെറ്റീരിയൽസ് ഓൾസോ. അപ്പോൾ ഇങ്ങനെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ളതും നമ്മൾ മെത്തേഡ് ഭാഗത്ത് നമ്മൾ എഴുതണം. നെക്സ്റ്റ് ഇസ് പ്രൊസീജിയർ. ഇതും മെത്തേഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഭാഗമാണ്. എന്ത് രീതിയിലാണ് നമ്മൾ കണ്ടൻറ് അനാലിസിസ് നടത്തിയ പ്രോസസ്സ് എന്താണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്.
അപ്പോൾ നമ്മൾ ആ മൂവി ഏത് മൂവി ആണെങ്കിൽ മൂവി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ന്യൂസ് പേപ്പറിലെ ഒരു ടൈപ്പ് ഓഫ് ന്യൂസിനെ കുറിച്ചിട്ടാണെങ്കിൽ അത് എങ്ങനെ നമ്മൾ ചെയ്തു എന്നുള്ളത്, ഏതൊക്കെ തീംസിനെ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തത്, ഇങ്ങനെയുള്ള ആ ഒരു ചെയ്ത പ്രോസസ്സ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എഴുതണം. നെക്സ്റ്റ്, അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്കൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ചിലപ്പം പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്താണോ നമ്മൾ കണ്ടൻറ് അനാലിസിസ് നടത്തിയത്, ആ നടത്തിയതിൽ നമ്മളുടെ വാല്യൂ നമുക്ക് എങ്ങനെയാണോ കിട്ടിയത് അതിൻ്റെ ഒരു ടേബിൾ ഉണ്ടാവും. ഓരോ തീംസും എങ്ങനെ ഒക്കർ ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ടേബിൾസ് ഉണ്ടാവും. സോ ആ ഒരു ടേബിൾ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട പോർഷനാണ് റിസൾട്ടിൻ്റെ ഭാഗം. അപ്പം ആ ഭാഗത്ത് നമ്മളുടെ ടേബിളും നമുക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ലെവൽ ഈസ് ഡിസ്കഷൻ. നമ്മൾ കണ്ടൻറ് അനാലിസിസ് നടത്തി, റിസൾട്ട് കിട്ടി. ആ റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ അടുത്തതായിട്ട് നടത്തുന്നത്. അപ്പം ഡിസ്കഷൻ എഴുതുമ്പോൾ നമ്മൾ സാധാരണ പ്രാക്ടിക്കലിന് എഴുതുന്ന പോലെ എയിം ഓഫ് ദി സ്റ്റഡി പറഞ്ഞു വേണം നമ്മൾ എഴുതാൻ. എന്തൊക്കെ തീംസാണ് നമ്മൾ സെലക്ട് ചെയ്തത്, ഏത് പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ കുറിച്ചിട്ടുള്ള കണ്ടൻറ് അനാലിസിസ് ആയിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, അതിൽ ഓരോന്നും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആൻഡ് ഇഫ് ദർ ഈസ് എനി സബ്സ്റ്റാൻഷിയേറ്റിംഗ് എവിഡൻസ് ടു സപ്പോർട്ട് അവർ റിസൾട്ട്, തീർച്ചയായിട്ടും ആ ഒരു സബ്സ്റ്റാൻഷിയേറ്റിംഗ് എവിഡൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുകയും ചെയ്യണം. ഡിസ്കഷൻ പാർട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് വേണം പ്രോപ്പറായ ഡിസ്കഷൻ നടത്താനായിട്ട്. ആഫ്റ്റർ ദ ഡിസ്കഷൻ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തും. എന്താണ് ഈ പെർട്ടിക്കുലർ സ്റ്റഡിയുടെ എയിം എന്തായിരുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ കൺക്ലൂഷൻ നമ്മൾ നടത്തുന്നത്. ഓക്കെ, കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമുക്ക് വേണ്ടതാണ് റെഫറൻസ്. എന്തൊക്കെ ബുക്കുകളിൽ നിന്ന് നമ്മൾ റെഫർ ചെയ്തു, ആ എല്ലാ റെഫറൻസസും കൃത്യമായിട്ട് APA ഫോർമാറ്റ് അനുസരിച്ച് തന്നെ നമ്മുടെ റിപ്പോർട്ടിൽ എഴുതി വയ്ക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ബുക്സ് ആയിരിക്കാം, യൂസ് ചെയ്ത ജേർണൽസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ റെഫറൻസസ് APA ഫോർമാറ്റ് അനുസരിച്ച് തന്നെ എഴുതി വെക്കണം. ദിസ് ഈസ് ദ പാറ്റേൺ ഓഫ് ഹൗ ടു റൈറ്റ് the report of content analysis. Thank you.